രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നുവെന്ന ഇ.പി. ജയരാജന്റെ പരാതി CPM സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കും. സംസ്ഥാനത്തു നിന്നുള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെ പരിശോധനയ്ക്ക് ശേഷമാകും ഇത്. ഇ.പി. ജയരാജന്റെ പരാതിയിൽ ഏത് തരത്തിലുള്ള അന്വേഷണം വേണമെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിക്കും. CPM പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റും ഇന്ന് ചേരുന്നുണ്ട്. തെറ്റുതിരുത്തൽ റിപ്പോർട്ടിലാണ് പ്രധാന അജണ്ട. എന്നാൽ വടക്കഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം പാർട്ടി ഗ്രൂപ്പിൽ അശ്ലീല സന്ദേശം അയച്ചതും ചർച്ചയായേക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും VV അരുണും പാലക്കാട് നിന്നും പ്രസാദ് ഉടുമ്പിശ്ശേരിയുമാണ് ചേരുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് VV അരുണാണ്. അരുൺ, ഇ.പി. ജയരാജനും P. ജയരാജനും തമ്മിലുള്ള തർക്കം, പരസ്പരം ഉന്നയിച്ച ആരോപണങ്ങൾ എന്താണ് പാർട്ടിയുടെ തുടർ നടപടികൾ? ഇന്നലെയാണ് ഇ.പി. ജയരാജൻ നേരത്തെ P. ജയരാജൻ തനിക്കെതിരെ സംസ്ഥാന സമിതി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് സംസ്ഥാന സമിതി തന്നെ ഒരു വേദിയായിക്കൊണ്ട് മറുപടി പറഞ്ഞത്. രൂക്ഷമായ വിമർശനമാണ് അദ്ദേഹം തനിക്കെതിരെ വരുന്ന ആരോപണങ്ങളിൽ ഇന്നലെ സംസ്ഥാന സമിതിയിൽ ഉന്നയിച്ചത്. തൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാനുള്ള ഗൂഢാലോചന നടന്നു, ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം വേണമെന്ന ആവശ്യം ഇ.പി. ജയരാജൻ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അത് അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. സ്വാഭാവികമായും ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം ഇത്തരം ഒരു ഗുരുതരമായ ഒരു ആരോപണം സംസ്ഥാന സമിതിയിൽ ഉന്നയിക്കുമ്പോൾ അത് പാർട്ടി കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. അതായിരിക്കും ആദ്യം അവർ ചെയ്യുക. കേന്ദ്ര നേതൃത്വത്തെ ഈ പരാതി അറിയിക്കും. അതിനു മുമ്പ് സംസ്ഥാനത്തുള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഈ പരാതിയിൽ ഈ വിഷയത്തിലൊരു പരിശോധന നടത്തും. ഏത് തരത്തിലാണ് ഇക്കാര്യത്തിൽ നടപടിയെടുക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു ശുപാർശ കൂടിയാകും കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുക. നേരത്തെ ഈ വിഷയം P. ജയരാജൻ ഉന്നയിക്കുമ്പോൾ തന്നെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ പരിഗണനയിൽ വന്ന വിഷയം കൂടിയാണിത്. ഇത്തരമൊരു ആരോപണം ഇ.പി. ജയരാജനെതിരെ വന്ന കാര്യം സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരുന്നു. അപ്പോൾ അവർ നിർദ്ദേശിച്ചത് ഇത് സംസ്ഥാനത്തെ ഒരു വിഷയം അവിടെ തന്നെ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇ.പി. ജയരാജൻ്റെ ഈ പരാതി കൂടി വന്ന സാഹചര്യത്തിൽ വീണ്ടും കേന്ദ്ര നേതൃത്വം തന്നെ സംസ്ഥാന നേതൃത്വം സമീപിക്കാനാണ് സാധ്യത. അവരുടെ നിലപാട് അതിൽ വളരെ പ്രധാനപ്പെട്ടതാകും. ഏതായാലും ഈ പരാതിയിൽ ഇ.പി. ജയരാജൻ ഉറച്ചു നിൽക്കുമെന്ന് ഉറപ്പാണ്. തൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാനുള്ള ഗൂഢശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അത് കൃത്യമായി ആ വിഷയത്തിൽ പാർട്ടിയുടെ ഇടപെടലുണ്ടായിരുന്നൊരു പരാതി കൂടി അദ്ദേഹത്തിനുണ്ട്. കാരണം നേരത്തെ ഈ വിഷയം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് ഈ P. ജയരാജൻ ഉന്നയിക്കുമ്പോൾ അവിടെ തന്നെ ഇ.പി. ജയരാജൻ മറുപടി നൽകിയതാണ്. എന്താണ് ഈ റിസോർട്ടുമായി തനിക്കുള്ള ബന്ധം, തൻ്റെ കുടുംബത്തിൻ്റെ ബന്ധം, ഒരു തരത്തിലും സാമ്പത്തികമായി ഈ റിസോർട്ടുമായി ബന്ധപ്പെട്ട് താൻ ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്ന നിലപാട് ഇന്നലെയും ഇ.പി. ജയരാജൻ ആവർത്തിച്ചു. ഇതിൻ്റെ ഓഹരിയും മറ്റും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ പേരിലുള്ളതാണ്. അതെങ്ങനെ ലഭിച്ച പണമാണ് എന്ന കാര്യവും അദ്ദേഹം നേരത്തെ വിശദീകരിച്ചാണ്. വീണ്ടും വിവാദം ഉയർത്തിക്കൊണ്ടുവന്നത് തനിക്കെതിരെയുള്ള വലിയ നീക്കമായി ഇ.പി. ജയരാജൻ കാണുന്നു. അതിന് പിന്നിൽ ഗൂഢമായ ഉദ്ദേശങ്ങളുണ്ടെന്ന് അദ്ദേഹം വിലയിരുത്തുന്നു. അതുകൊണ്ടാണ് ഇത്തരമൊരു നിലപാട് കടുത്ത സമീപനത്തോടുകൂടി തന്നെ അദ്ദേഹം സ്വീകരിച്ചത്. ശക്തമായ വിമർശനം ഇന്നലെ സംസ്ഥാന സമിതിയിൽ ഉന്നയിച്ചത്. അതിൻ്റെ ഭാഗമായി സ്വാഭാവികമായ അന്വേഷണം ഈ പാർട്ടിയിൽ നിന്നുണ്ടാകുമെന്ന് തന്നെ അദ്ദേഹം പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഇപ്പോൾ ആ അന്വേഷണം എന്ന ഒരു വാർത്തകളെ പൂർണ്ണമായും സംസ്ഥാന സെക്രട്ടറി തള്ളുമ്പോഴും അവിടെ അന്വേഷണം ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. അത് സ്വാഭാവികമായും ഇത്തരം വിഷയങ്ങളിൽ രണ്ട് നേതാക്കൾ തമ്മിലുള്ള തർക്കമായി കൂടി മാറുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ പരസ്യമായ ഒരു പ്രതികരണ നേതൃത്വം തയ്യാറാകാത്തത് എന്ന് വേണം കരുതാൻ. കിരൺ, അരുൺ, അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയില്ലേ, ഇ.പി. ജയരാജനെതിരെ P. ജയരാജൻ ഉന്നയിച്ചത് ഒരു സാമ്പത്തിക ആരോപണമാണ്, ഒരു അഴിമതി ആരോപണമാണ്. P. ജയരാജനെതിരെ ഇ.പി. ജയരാജൻ ഉന്നയിച്ചിരിക്കുന്നത്, ഈ ആരോപണം ഉന്നയിച്ചത് ഒരു ഗൂഢാലോചനയാണ് എന്നുള്ളതാണ്. പാർട്ടിയെ സംബന്ധിച്ച് ഈ രണ്ട് വശങ്ങളും സ്വാഭാവികമായും പരിശോധിക്കേണ്ടി വരും. അന്വേഷണം നടക്കുകയാണെങ്കിൽ തന്നെ അത്തരത്തിൽ രണ്ട് വശങ്ങളും ചേർത്തുള്ള ഒരു അന്വേഷണത്തിലേക്കാണോ സാധ്യത കാണുന്നത്? അതിലൊരു കാര്യമുള്ളത്, ഇ.പി. ജയരാജൻ നേരത്തെ ഈ ആരോപണം നേരിട്ടയാളാണ്. അന്ന് അദ്ദേഹം പാർട്ടിക്ക് അതിൻ്റെ വ്യക്തമായ വിശദീകരണം നൽകിയതുമാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ വീണ്ടും ഒരു അന്വേഷണം വരുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ ഇ.പി. ജയരാജനും അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും വിശ്വസിക്കുന്നത് ഇത് P. ജയരാജൻ്റെ ഭാഗത്ത് മാത്രമുള്ള ഒരു നീക്കമായില്ല. P. ജയരാജനെ അതുപോലെ തന്നെ രമേശൻ എന്ന വ്യവസായിയെയും ആരോ കരുവാക്കുകയായിരുന്നു. രമേശനെയും അതുപോലെ P. ജയരാജൻ ഉപയോഗിച്ചുകൊണ്ട് ഇ.പിക്കെതിരായ ഒരു നീക്കമായി തന്നെ അദ്ദേഹം കാണുന്നു. അത് P. ജയരാജൻ മുൻകൈയെടുത്ത് ചെയ്തതാണെന്ന ഒരു വിലയിരുത്തൽ പൂർണ്ണമായും ഇ.പി. ജയരാജൻ ഇല്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പകരം അദ്ദേഹത്തെ ആരോ കരുവാക്കി, P. ജയരാജനെയും അതുപോലെ രമേശനെയും കരുവാക്കി. രമേശൻ പാർട്ടിയുമായി നേരിട്ട് ബന്ധമുള്ള ആളല്ല, പക്ഷേ പാർട്ടി സ്ഥാപനങ്ങളുടെയും മറ്റും നിർമ്മാണവുമായി ബന്ധപ്പെട്ട ദീർഘനാൾ പാർട്ടിയുമായി ബന്ധമുള്ള ആളാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ അത്തരം ഒരാളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അപകീർത്തിപ്പെടുത്താൻ ഒരു അവമതിപ്പുണ്ടാക്കാനുള്ള ശ്രമം നടന്നു. ഇത്തരത്തിലൊരു ആരോപണം വരുമ്പോൾ ആദ്യഘട്ടത്തിൽ പ്രതിരോധിക്കാൻ നേതൃത്വം തയ്യാറായില്ല. പകരം കൃത്യമായ ഒരു മറുപടി അന്ന് തന്നെ നേതൃത്വം പറഞ്ഞു പോയെങ്കിൽ ഇ.പി. ജയരാജൻ ഇത്തരത്തിലൊരു സംശയ നിഴലിൽ നിൽക്കുമായിരുന്നില്ല, സംശയ മുനയിൽ വരുമായിരുന്നില്ല. അങ്ങനെയല്ല കാര്യങ്ങൾ ഉണ്ടായത്. ഈ വിവാദം ഇത്തരത്തിൽ ഉന്നയിച്ചു എന്ന വാർത്തകൾ വരുമ്പോഴും അതിൽ ഒരു കൃത്യമായ മറുപടി പറയാൻ
നേതൃത്വം തയ്യാറായില്ല. EP ജയരാജനെ സംരക്ഷിക്കാനോ EP ജയരാജൻ ഇത് തെറ്റുകാരെന്ന് പറയാനോ നേതൃത്വം തയ്യാറായില്ല. അതും EP-യുടെ അതൃപ്തിക്ക് ഒരു കാരണമാണ്. അദ്ദേഹം നേരത്തെ നമുക്കറിയാം പാർട്ടി പരിപാടികൾ നടക്കം വിട്ടുനിന്നതാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ വിഷയം വരുന്നത്. അപ്പോഴും പാർട്ടി കൃത്യമായ ഒരു സംരക്ഷണം തനിക്ക് തന്നില്ലെന്നൊരു വികാരം, ഒരു അഭിപ്രായം EP ജയരാജനുണ്ട്. അതുകൊണ്ടാണ് ഇത്ര വികാര വിക്ഷോഭത്തോടെ വൈകാരികമായി അദ്ദേഹം ഇന്നലെ സംസ്ഥാന സമിതി ഈ നിലപാട് പ്രഖ്യാപിച്ചത്. തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുവെന്ന ഒരു ആരോപണം ഉന്നയിച്ചത്. വേണ്ടി വന്നാൽ ഇത്തരത്തിലാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ താൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാൻ പോലും തയ്യാറാണെന്ന കടുത്ത നിലപാടിലേക്ക് EP ജയരാജൻ പോയത്. അതുകൊണ്ട് തന്നെ EP ജയരാജൻ്റെ ഈ പരാതി ആ രീതിയിൽ തള്ളിക്കളയാൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിയില്ല. കേന്ദ്ര നേതൃത്വവും അതിലൊരു നിലപാട് എടുക്കേണ്ടി വരും. അവിടെ EP ജയരാജന് ഉയർന്ന ആരോപണങ്ങൾ ഈ ഘട്ടത്തിൽ അന്വേഷിക്കില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അത്തരം വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. പകരം അദ്ദേഹം ഇന്നലെ ഉന്നയിച്ച ആരോപണത്തിലാകാം ഒരുപക്ഷെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റാകും ഏത് തരത്തിലുള്ള അന്വേഷണമാണ് വേണ്ടതെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഇപ്പോൾ സംസ്ഥാന നേതൃത്വം ഈ അന്വേഷണം ഇല്ല എന്ന നിലപാടെടുക്കുമ്പോൾ സ്വാഭാവിക നിലപാടായി മാത്രം അതിനെ കണ്ടാൽ മതി. കാരണം ഇതൊരു പരസ്യമായ ഒരു അന്വേഷണ കമ്മീഷനെ വയ്ക്കുകയോ അല്ലെങ്കിൽ അത്തരം അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോവുകയോ ചെയ്യുന്ന രീതിയിലേക്ക് ഈ വിഷയത്തിൽ CPM പോകില്ല. പകരം ഏത് സാഹചര്യത്തിലാണ് ഈ അന്വേഷണം, ഈ ആരോപണം EP ജയരാജനെതിരെ ഉയർന്നത്, അത് എന്തുകൊണ്ട് ആരോപണം ഉയർന്ന കാര്യം മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടി? അത്തരമൊരു പരാതി കൂടി EP ജയരാജനുണ്ട്. അതായത് തനിക്കെതിരെ പ്രധാനപ്പെട്ട വിഷയം തന്നെ ചൂണ്ടിക്കാണിച്ചത് ഇത് P ജയരാജൻ സ്വമേധയാ ഉന്നയിച്ച ആരോപണമല്ല, അദ്ദേഹത്തെ മറ്റാരോ കരുവാക്കി എന്നത് മട്ടിലാണ്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും EP ജയരാജന് മുകളിൽ നിൽക്കുന്ന രണ്ട് നേതാക്കൾ മുഖ്യമന്ത്രി പിണറായി വിജയനും അല്ലെങ്കിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമാണ്. തീർച്ചയായും അത്തരം ആരെയാണ് അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇത്രയും ഇതുമായി ബന്ധപ്പെട്ട സംശയം അല്ലെങ്കിൽ ആരെയാണെന്ന കാര്യമൊന്നും കുറച്ചുകൂടി വ്യക്തത വരുന്നുണ്ട്. പക്ഷേ കൃത്യമായി EP ജയരാജന് അടുത്ത കേന്ദ്രങ്ങൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇത് P ജയരാജൻ മാത്രം മുൻകൈയെടുത്ത്. കാരണം നമുക്കറിയാം P ജയരാജന് പാർട്ടിയിൽ നേരത്തെയുള്ള സ്വാധീനം പാർട്ടി നേതൃത്വത്തില്ല എന്നുള്ള വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ EP പോലെ അതിശക്തനായ ഒരു നേതാവിനെതിരെ ഇത്തരമൊരു ആരോപണം ഉന്നയിക്കാൻ P ജയരാജൻ ഒറ്റയ്ക്ക് ധൈര്യപ്പെടില്ല എന്നൊരു വിലയിരുത്തൽ കൂടി EP-യുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾക്ക് ഉണ്ട്. അതുകൊണ്ടാണ് അത്തരമൊരു ആരോപണത്തിലേക്ക്, അത്തരമൊരു സംശയത്തിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്നത്. MV ഗോവിന്ദൻ EP ജയരാജനേക്കാൾ പാർട്ടിയിൽ വളരെ ജൂനിയറായ നേതാവാണ്. അദ്ദേഹം വളരെ പെട്ടെന്ന് സംസ്ഥാന സെക്രട്ടറി ആകുന്നു. അതിന് തൊട്ടു പിന്നാലെ പോളിറ്റ് ബ്യൂറോയിലേക്കും എത്തുന്നു. അവിടെ സ്വാഭാവികമായും ആ പദവികളിലേക്ക് പരിഗണിക്കപ്പെടേണ്ടിയിരുന്ന നേതാവ് EP ജയരാജനാണ്. അതുണ്ടായിട്ടില്ല. അതുകൊണ്ട് സ്വാഭാവികമായും ആരാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്ന കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരണം. സ്വാഭാവികമായും MV ഗോവിന്ദനെയും സംശയിക്കാവുന്ന തരത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. P ജയരാജൻ്റെ ആരോപണങ്ങൾക്ക് പിന്നിൽ MV ഗോവിന്ദൻ്റെ മൗന സമ്മതമുണ്ടായിരുന്നു എന്ന തരത്തിലുള്ള വിലയിരുത്തൽ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. ഏതായാലും ഈ EP-യുടെ പരാതിയിലേക്ക് ഒരു അന്വേഷണം പോയാൽ സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഘടകങ്ങളും അന്വേഷിക്കേണ്ടി വരും. മാത്രവുമല്ല, എങ്ങനെയാണ് ഈ വാർത്ത പുറത്തു വന്നത്, വാർത്ത ചോർന്ന വഴികളും ഈ സ്വാഭാവിക അന്വേഷണത്തിൻ്റെ ഭാഗമായി ഉണ്ടാകും. അത്തരമൊരു ആവശ്യം കൂടി EP ജയരാജൻ നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളതായും സൂചനകളുണ്ട്. ശരി, നമുക്ക് പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരി കൂടി ചേരുന്നുണ്ട്. പ്രസാദ്, തെറ്റുതിരുത്തൽ രേഖ സംബന്ധിച്ച് പാലക്കാട് വിഭാഗീയത അടക്കം പരിശോധിച്ച റിപ്പോർട്ടടക്കം ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് പരിശോധിക്കുന്നുണ്ട്. ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. അതോടൊപ്പം തന്നെ അവിടെ ഒരു ഏരിയ കമ്മിറ്റി അംഗം ഒരു അശ്ലീല സന്ദേശം പാർട്ടി ഗ്രൂപ്പിലേക്ക് അയച്ചത് സംബന്ധിച്ചും ചില പരാതികൾ ഉയരുന്നുണ്ട്. എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? കിരൺ, അല്പസമയത്തിനകം തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് ആരംഭിക്കും. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ സമ്മേളന കാലത്ത് ഏറ്റവും കൂടുതൽ 2-3 ഏരിയ കമ്മിറ്റികളിലാണ്, ഏരിയ സമ്മേളനങ്ങളിലാണ് വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് പുതുശ്ശേരി ഏരിയ സമ്മേളനത്തിലും ഏരിയ കമ്മിറ്റിക്ക് കീഴെ നടന്ന വിവിധ ലോക്കൽ സമ്മേളനങ്ങളുമാണ്. ഇതിൽ വാളയാർ ലോക്കൽ സമ്മേളനം നടന്ന സമയത്ത് അന്ന് അവിടെ സംഘർഷാവസ്ഥ പോലും പരസ്പരം അംഗങ്ങൾ, സമ്മേളന പ്രതിനിധികൾ തമ്മിൽ വലിയ വാക്കേറ്റവും അതോടൊപ്പം തന്നെ കസേര എടുത്തെറിയുന്ന ഉൾപ്പെടെയുള്ള വലിയ സംഘർഷങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ചെർപ്പളശ്ശേരിയിലും വടക്കഞ്ചേരിയിലും എല്ലാം തന്നെ ഇത്തരത്തിൽ വിഭാഗീയത പ്രകടമാകുന്ന തരത്തിലുള്ള സംഭവവികാസങ്ങളുണ്ടായി. എന്തായാലും ആനാവരണ വകുപ്പിനും അതോടൊപ്പം ജയചന്ദ്രനും 2-അംഗ കമ്മീഷനാണ് ഈ വിഷയം അന്വേഷിക്കുകയും ആ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഇന്നത്തെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ അത് ചർച്ച ചെയ്യുകയും ചെയ്യും. നാളെ ജില്ലാ കമ്മിറ്റിയുണ്ട്. ജില്ലാ കമ്മിറ്റിയിലും ഈ വിഷയം പരിഗണനയ്ക്ക് വരും. മറ്റൊന്ന്, ഇതോടൊപ്പം തന്നെ ജില്ലയിലെ ചില നേതാക്കൾക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെ ഉയർന്നിട്ടുണ്ട്. പുതുശ്ശേരി ഏരിയ സെക്രട്ടറി മിച്ചഭൂമി വ്യാജരേഖയിലൂടെ ചമച്ചു എന്ന ആരോപണത്തിൽ പിന്നീട് റവന്യൂ വകുപ്പ്
വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ അത് ശരിയാണെന്ന് തെളിയുകയും ഈ ആധാരം റദ്ദ് ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് കലക്ടർ ഉത്തരവിടുകയും എല്ലാം തന്നെ ചെയ്തതാണ്. അത്തരം വിഷയങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യും. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം വടക്കഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗമായ ഒരു നേതാവ്, പ്രാദേശിക നേതാവ്, അയാൾ സുഹൃത്തിന് അയച്ച അശ്ലീല സന്ദേശം അത് പാർട്ടിയുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വന്നത് സംബന്ധിച്ച് വലിയ വിവാദങ്ങൾ നടക്കുകയാണ്. നവംബറിലാണ് ഈ സംഭവം ഉണ്ടായെങ്കിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നടപടി വൈകുന്നതിൽ പ്രതിഷേധിച്ച് മറുവിഭാഗം, ഇദ്ദേഹത്തെ എതിർക്കുന്ന ഒരു മറുവിഭാഗം ആ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത്തരം വിഷയങ്ങളെല്ലാം, ജില്ലയിലുണ്ടായിട്ടുള്ള ഇത്തരം വിഷയങ്ങളെല്ലാം തന്നെ ചർച്ചയിലേക്ക് വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.